പി ടി തോമസിന്റെ ഈ കേസിലെ പങ്ക് ആദ്യം മുതൽ തന്നെ എടുത്തു പറയപ്പെട്ടതാണ്. ഈ കേസിലെ മുന്നോട്ടുള്ള പോക്കിൽ ആക്രമിക്കപ്പെട്ട നടിയെ ഒരു മകളെ പോലെ കണ്ട് അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഏതളവിലും പോകുമെന്നുള്ള നിലപാട് പി ടി തോമസ് എക്കാലത്തും അദ്ദേഹം എന്തു നഷ്ടമാക്കാര്യത്തിലുണ്ടായാലും അദ്ദേഹം എടുക്കുന്ന നിലപാടിൽ നീതിപൂർവ്വമുള്ള നിലപാടിൽ പിന്നോട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച മനുഷ്യനാണ്. പല ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടടക്കം നമ്മൾ കണ്ടതുമാണ്. ഒടുവിൽ എനിക്ക് തോന്നുന്നു അർബുദം ബാധിച്ച് കിടക്കുമ്പോൾ പോലും അദ്ദേഹം ഈ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തു. ഹാഷ്മിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നത്തെ ദിവസം ഈ ലാൽ മീഡിയയിൽ ഡബ്ബിങ്ങിനായിട്ടാണ് നടി വരുന്നത്. അവിടെ ഇറക്കി വിട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തോട് ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന് സംശയം ഇത് ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. അർദ്ധരാത്രി ഒരു പെൺകുട്ടി കേസിൽ വീട്ടിലേക്ക് കയറി വരുന്നു, ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് ആന്റോ ജോസഫിനെ വിളിക്കുന്നു. ആന്റോ ജോസഫ് വരുന്നു. പോകുന്ന വഴിയിൽ പെട്ടെന്ന് PTA കൂടി വിവരം അറിയിക്കാം എന്ന്, തൊട്ടടുത്താണ് വീട് അറിയുന്നത്. അപ്പോൾ ആ വിവരം അറിഞ്ഞത് മുതൽ PT ആ പെൺകുട്ടിക്ക് വേണ്ട ധൈര്യം കൊടുക്കുന്നു. ഇത് ഇങ്ങനെയാണ് പോകേണ്ടത്. PT ജനപ്രതിനിധിയാണ്. PT ജനപ്രതി എന്ന് പറഞ്ഞാൽ നീതിക്ക് വേണ്ടി എക്കാലം നിലനിന്ന ജനപ്രതിയാണ്. PTക്ക് അങ്ങനെ അല്ലാതെ, ഇപ്പൊ ഉമാ തോമസ് പറയുന്ന പോലെ PTക്ക് അങ്ങനെ അല്ലാതെ മറ്റൊരു വഴി നിൽക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ആ നിയമവഴിയിലേക്ക് എത്തിയതിൽ നിർണായകമായ തൃക്കാക്കര മുൻ MLA PT തോമസിന്റെ ഇടപെടൽ തന്നെയാണ്. സിനിമാ മേഖലയിലെ ഒരു സംഭവം എന്ന നിലയിൽ മാത്രം ഒതുങ്ങിപ്പോകുമായിരുന്ന ഈ ക്രൂരകൃത്യം നടന്ന രാത്രി അപ്രതീക്ഷിതമായി എത്തിയ PT തോമസിന്റെ ഇടപെടൽ പ്രതികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. അർബുദത്തോട് പോരാടുമ്പോഴും അണുവിട കുലുങ്ങാതെയാണ് നീതിക്കായി PT തോമസ് നിലകൊണ്ടത്. നടി ആക്രമിക്കപ്പെട്ട അതേ രാത്രിയിൽ PT തോമസ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ കേസിന്റെ അന്വേഷണവും ഭാവിയും മറ്റൊന്നാകുമായിരുന്നു. പൊതുപരിപാടി കഴിഞ്ഞ് ക്ഷീണിതനായി വീട്ടിലെത്തിയ PT തോമസിന് രാത്രി 11:30 ഫോണിൽ ആ വിളിയെത്തുന്നത്. മറുതലയ്ക്കൽ നിർമ്മാതാവ് ആന്റോ ജോസഫ്. ഫോണെടുത്തതും PT തോമസ് മരവിപ്പോടെ ആ സംഭാഷണം കേട്ടു. ഭാര്യ ഉമാ തോമസിനോട് പോലും ഒന്നും പറയാതെ നേരെ പടമുകളിലെ ലാലിന്റെ വീട്ടിലേക്ക്. PT ഇവിടെ വന്ന് കിടന്നതായിരുന്നു. 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് ഒരു കോള് വരികയും PT പെട്ടെന്ന് വീണ്ടും ബനിയനൊക്കെ എടുത്തിടുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇപ്പം വീണ്ടും പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഒരു അത്യാവശ്യ കാര്യമുണ്ട്, ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന്. ഞാൻ എവിടേക്കാന്ന് ചോദിച്ചിട്ട് PT ഇല്ലാതെ അത്യാവശ്യമാണ്, ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതിക്രമത്തിനു പിന്നാലെ നടിയെ കണ്ട ആദ്യത്തെ ആളുകളിൽ ഒരാളായിരുന്നു PT തോമസ്. കേസിൽ പിന്നീട് അങ്ങോട്ട് നടന്നത് നിർണായക മണിക്കൂറുകൾ. വീട്ടിലെത്തിയ PTയോട് ലാൽ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ നടിയുടെ ഡ്രൈവറുടെ നീക്കങ്ങളിലും PT സംശയമുയർത്തി. ഇത് അന്വേഷണത്തിലും യാഥാർത്ഥ്യമാണെന്ന് തെളിഞ്ഞു. സ്വന്തം മകൾക്ക് അനുഭവിച്ച വേദനയോടെയാണ് PT ലാലിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയത്. അതിൽ പോയിട്ട് വന്ന ശേഷം PT വളരെ അസ്വസ്ഥനായിരുന്നു എന്ന് മാത്രമല്ല, സ്വന്തം കുട്ടിക്ക് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കുമോ അതുപോലെ തന്നെ വളരെ രാത്രി ഉറങ്ങിയിട്ടേയില്ല, വലിയ അസ്വസ്ഥതയോടുകൂടിയായിരുന്നു രാവിൾക്കോളം ഉണ്ടായിരുന്നത്. PT ഉറങ്ങാത്തതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അടുത്ത് കൂടെ ഉണ്ടായിരുന്നു. എന്ത് പറ്റി ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് പറയുകയുണ്ടായി. അന്വേഷണ ഘട്ടത്തിൽ പലരും മൊഴിമാറ്റിയപ്പോൾ PT തോമസ് നടിക്കായി നിലകൊണ്ടു. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയില്ല, നിലപാടിൽ ഉറച്ചുനിന്നു. PT മൊഴി കൊടുക്കുമ്പോഴൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്ട്രോങ് ആവരുത് എന്നുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ PT ഒന്നേ പറഞ്ഞുള്ളൂ, ഞാൻ ഒന്നും കൂട്ടി പറയില്ല, പക്ഷെ ഒന്നും കുറച്ച് പറയാനും ഞാൻ തയ്യാറില്ല. കേസന്വേഷണം എപ്പോഴൊക്കെയോ വഴിതെറ്റുന്നുവെന്ന് തോന്നിയപ്പോൾ നിരാഹാരത്തിന്റെ പാതയിലും PT തോമസ് എത്തി. അന്വേഷണത്തിൽ പോലീസിന്റെ അലംഭാവത്തെ PT പലതവണ തുറന്നടിച്ചു. നീതിക്കായി പോരാടിയ കേസിന്റെ വിധി അറിയാൻ PT തോമസ് ഇന്നില്ല. അർബുദ രോഗം ബാധിച്ച് PT വിടവാങ്ങിയെങ്കിലും സിനിമാ മേഖലയിലെ ശുദ്ധീകരണത്തിന് വഴിവെച്ച സംഭവത്തിന് PT തോമസ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഇടപെടലിന് കാലവും ചരിത്രവും സാക്ഷിയാണ്. കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.